നമസ്കാരം. ഭൂമിയുടെ കാര്യമാണ്. ആർക്കും ഒന്നും കൃത്യമായി പറയാൻ വയ്യ. പ്രവചനങ്ങളെയും മുന്നറിയിപ്പുകളെയും കാറ്റിൽ പറത്തി പ്രകൃതി ചിലപ്പോൾ സംഹാര താണ്ഡവമാടാറുണ്ട്. അതാണ് വയനാട്ടിൽ സംഭവിച്ച സമാനതകളില്ലാത്ത ദുരന്തം. ഒന്നുറങ്ങി ഉണർന്നപ്പോൾ ഒരു നാടും അവിടുത്തെ ജനങ്ങളും മൺമറഞ്ഞു പോയി. പിന്നീട് വയനാട്ടുകാർക്ക് ഉറക്കമില്ലാത്ത ദിനങ്ങളായിരുന്നു. ദുരന്തപേടിയിൽ ഉറക്കമില്ലാത്ത രാവുകൾ തള്ളി നീക്കുന്ന വയനാടുകാരുടെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും പ്രകമ്പനവും ഉണ്ടായതായി അവർ പറയുന്നത്. ശാസ്ത്രീയ വശം എന്തുമാകട്ടെ, ഭൂമിക്കടിയിൽ നിന്ന് അസ്വാഭാവിക ശബ്ദം കേൾക്കുമ്പോൾ അത് ആളുകളെ പരിഭ്രാന്തരാക്കുക സ്വാഭാവികമാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആളുകൾ വീട് വിട്ടിറങ്ങി. അംഗൻവാടികൾക്കും സ്കൂളുകൾക്കും അവധി കൊടുത്ത് കുട്ടികളെ തിരിച്ചയച്ചു. വീടുകളിലും കിണറുകളിലുമൊക്കെ പരിശോധന നടന്നു. വീടുകളിൽ വിള്ളലുകളോ കിണറുകളിലെ വെള്ളം കലങ്ങിയതോ ഒന്നും കണ്ടെത്തിയിരുന്നില്ല. ഒരു വലിയ ഭൂകമ്പ സമാനമായ അന്തരീക്ഷമായിരുന്നു വയനാട്ടിലും സമീപ ജില്ലകളിലും ഉണ്ടായത്. വയനാടിന്റെ കാര്യത്തിൽ കേരളം ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ്. സംസ്ഥാനത്തിനകത്തോ സമീപ പ്രദേശങ്ങളിലോ സ്ഥാപിച്ച ഭൂചലന മാപിനികളിൽ ഭൂമി കുലുക്കം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനത്തിന്റെ ശബ്ദം കേട്ടതായുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ നടന്ന പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ പല തട്ടുകളിലായി വലിയ മൺകൂലകൾ ഉണ്ടാകാറുണ്ടെന്നും ഈ പാളികൾ ഇളകി നിരപ്പായ നിലത്തിലെത്തുന്നത് ഇത്തരം പ്രദേശങ്ങളിൽ സ്വാഭാവികമാണെന്നും ഭൂമിക്കടിയിലെ മൺപാളികൾ തമ്മിലുള്ള ഘർഷണം പ്രദേശത്ത് കുലുക്കവും ശബ്ദവും സൃഷ്ടിക്കാറുണ്ടെന്നും വയനാട്ടിൽ പല സ്ഥലങ്ങളിലും ഇതാകാം അനുഭവപ്പെട്ടെന്നുമാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. വയനാട് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. അത് നാം മറക്കാൻ പാടുള്ളതല്ല. 2001 അമ്പൂരി മുതൽ 2020 പെട്ടിമുടി വരെ ഏതാണ്ട് 9 ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായിട്ടുള്ളത്. വയനാട് ഇടുക്കി ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാണ്. ക്വാറി, അനധികൃത കയ്യേറ്റങ്ങൾ എന്നിവ അതിൻ്റെ ആക്കം കൂട്ടി. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലായി 188 താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് പശ്ചിമഘട്ടം. ക്വാറിയും അനധികൃത കയ്യേറ്റവും പശ്ചിമഘട്ടത്തെ അതിൻ്റെ നാശത്തിൻ്റെ വക്കിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇവ അടിവരയിട്ട് പറയുന്നതാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ലോകത്തിലെ 35 സുപ്രധാന ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണെന്ന പ്രത്യേകതയും പശ്ചിമഘട്ടത്തിനുണ്ട്. ഇന്ത്യയിൽ മാത്രം കാണുന്ന നിരവധി ഇനം സസ്യജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ പശ്ചിമഘട്ടം ഒട്ടേറെ നദികളുടെ ഉത്ഭവസ്ഥാനം കൂടിയാണെന്ന് എടുത്തു പറയണം. പ്രകൃതിയും അതിനെ ചൂഷണം ചെയ്യുന്ന മനുഷ്യനും തമ്മിലുള്ള നിരന്തര സമരത്തിന്റെ യുദ്ധഭൂമിയാണ് ഇന്ന് പശ്ചിമഘട്ടം. എന്തായാലും കേരളത്തിന്റെ ദുരന്തം കണ്ട് പശ്ചിമ മേഖലയിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ദൗത്യം കർണാടക സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. മലയാളികളുടെ ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഈ മേഖലയിലുണ്ടെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രകൃതിയെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് മനുഷ്യൻ തന്നെയാണ്. അത് നിസ്സംശയം പറയാം. ഇനിയെങ്കിലും പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വയനാട്ടിൽ സംഭവിച്ച പോലൊരു ദുരന്തം ഇനിയൊരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.